എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് വടയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു നാഴി പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, അതായത് 2 ഗ്ലാസ് പരിപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി കൂടി എടുക്കാം. നമ്മളിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ചായക്കടയിലൊക്കെ കിട്ടുന്ന പരിപ്പ് വട ശരിക്കും വടപ്പരിപ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് പരിപ്പ് വട തയ്യാറാക്കാൻ പോകുന്നത്. പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. ഇനി പരിപ്പ് വട തയ്യാറാക്കാനായിട്ട് വേണ്ടത് കുറച്ച് ഉള്ളി, ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക്, ഇഞ്ചി, കറിവേപ്പില. അത് പാകത്തിനൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞുകൂടി എടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് അങ്ങനെ പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറോളം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വീണ്ടും നല്ലപോലെ ഒന്ന് കഴുകി കൂടി എടുക്കാം. കഴുകി വാരിയെടുത്ത പരിപ്പ് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പ് പോലത്തെ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് പരിപ്പിലെ വെള്ളം എല്ലാം പോയി കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കാം. പരിപ്പിലെ വെള്ളം ശരിക്കും പോയില്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അരഞ്ഞു പോകും. അരഞ്ഞു പോയി കഴിഞ്ഞാൽ പരിപ്പ് വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. പരിപ്പ് അരച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ചീനിച്ചട്ടി ഒന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ പറ്റി വന്ന് ചീനിച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. പരിപ്പിനി നമുക്ക് പാകത്തിന് അരച്ചുകൂടി എടുക്കണം. കഴുകി വാരി വെച്ച പരിപ്പ് തന്നെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടി ചേർക്കണം. 1 സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. എപ്പോഴും ഒറ്റയടിക്ക് അരച്ചെടുക്കാതെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ആദ്യം മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചതിന് ശേഷം വീണ്ടും മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാകത്തിന് തന്നെ അരിഞ്ഞ് കിട്ടും. പരിപ്പ് വടയ്ക്ക് എപ്പോഴും മുഴുവനായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ പരിപ്പ് മുഴുവനായിട്ട് കിടക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. നമ്മളങ്ങനെ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന പരിപ്പ് എപ്പോഴും പാകത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാനും കൂടി പറ്റുന്നുണ്ടോയെന്നും കൂടി നോക്കുക. ആ ഒരു അളവിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. പാകത്തിന് അരിഞ്ഞു കിട്ടിയില്ലെങ്കിൽ പരത്തി നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ അത് മൊത്തം ചെതറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാകത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഇതുപോലെ ചെയ്ത് നോക്കുന്നത്. അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, കാന്താരി മുളക്, കറിവേപ്പില എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയും കൂടി ചെയ്യാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് നോക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടി നോക്കാവുന്നതാണ്. പാകത്തിനല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. പരിപ്പെല്ലാം പാകത്തിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് വട പെട്ടെന്ന് തയ്യാറാക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വെക്കുകയും കൂടി ചെയ്യാം. ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എണ്ണയിലേക്ക് ഇടാൻ പറ്റും. അരച്ചെടുത്തിരുന്ന പരിപ്പ് മുഴുവനും ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്ന ചീനിച്ചട്ടി നല്ലപോലെ ചൂടായി ഇരിപ്പുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഉരുളയാക്കി വെച്ചിരുന്ന പരിപ്പിനി പരത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉരുളയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിനി പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പരിപ്പൊട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് കൈ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുന്നത്. ബാക്കി മുഴുവനും നമുക്കിതുപോലെ തന്നെ പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും പരത്തുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കൈയൊന്ന് മുക്കുക. അതിന് ശേഷം പരത്തിയെടുക്കുകയാണെങ്കിൽ
ഇതുപോലെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിലൊട്ടും പിടിക്കാതെ തന്നെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ എത്ര പരിപ്പുവട വേണേലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പരത്തിയെടുക്കാനൊന്നും ഇനി ഒരു പാടും വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി എണ്ണയിലിട്ട് കൊടുത്ത് ഒരു സൈഡൊക്കെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മറുവശത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനൊന്ന് മൊരിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പരിപ്പുവട പാകത്തിന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള പരിപ്പും കൂടി നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളങ്ങനെ മുഴുവൻ പരിപ്പുവടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും ഉണക്കിയെടുക്കേണ്ടത് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉണക്കിയെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണക്കിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.